ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ മിറാക്കി വ്ലോഗർ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡെയിലി വ്ലോഗാണ്. ഒരു ഡെയിലി വ്ലോഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറയാം. ഇപ്പോൾ സമയം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട് വൈകിട്ട്. നമ്മളിന്ന് അമ്പലത്തിൽ പോവുകയാണ്. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം മാവേലിക്കരയുള്ള. അപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ്. ഇപ്പോൾ ഉത്സവം തുടങ്ങിയിട്ട് 5-6 ദിവസമായി. നമ്മൾ ഇതുവരെ പോയില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുണ്യൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മൾ റെഡിയായി പോവുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫേസിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് പുണ്യയും അമ്മയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞമ്മ വരുന്നുണ്ട്. അപ്പം കുഞ്ഞമ്മ അവിടെ റെഡി ആയിട്ട് നിൽക്കും. നമ്മളിവിടെ റെഡിയായി പോയി പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. സോ ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി എനിക്ക് മുടിയൊന്ന് കെട്ടിയാൽ മാത്രം മതി. പുണ്യ അവിടെ പുറകെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളിക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിരുന്നു. വാഷിട്ട് ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനും റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമുക്കിനി അമ്പലത്തിലേക്ക് പോകാതെ ഇവിടെ സെറ്റായി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സും. ഇതാണ് ഞാൻ റെഡി ആയതൊക്കെ. ഇപ്പോൾ പുണ്യം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ഈ ഉത്സവ സമയത്ത് വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോകാൻ ഒരു പ്രത്യേക വൈബാണല്ലേ. ഈ ലൈറ്റുകളും അതേപോലെ അമ്പലത്തിലെ ഈ സേവയും വിളക്കും ഒക്കെ കാണുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഞങ്ങൾ നീരതി പോയി തൊഴുതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് നടക്കുകയാണ് കേട്ടോ. ഫുൾ ലൈറ്റും കാര്യങ്ങളും വന്നത്, അതേപോലെ കുറേ വിളക്കും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വൈകിട്ട് വന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ രാവിലെ വരുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ വൈകിട്ട് പോകാനാണ് കുറച്ചും കൂടെ എനിക്കിഷ്ടം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, വൈകിട്ട് പോകാനാണോ അതോ രാവിലെ പോകാനാണോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് നടന്ന് ഇതെല്ലാം ഒന്ന് കാണുകയാണ് കേട്ടോ. ഈ പുറത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് തൊഴുതിട്ട് ഫ്രണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ സേവ നടക്കുകയാണ്. സോ നമുക്കത് കുറച്ച് നേരം സേവ കാണാനായിട്ട് പോവാം. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്ന് സേവയൊക്കെ കാണുകയാണ്. എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആനയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് ഈ ആന, അതേപോലെ ആന ഈ സേവയ്ക്ക് നിൽക്കുന്നതും, അതേപോലെ ആന ഇങ്ങനെ ഒരിക്കലൊക്കെ നിൽക്കാൻ, ആന അല്ലെങ്കിൽ തന്നെ എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ആനയൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് പറയണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ കാണുക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് സേവയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഒരു 8 മണിയോളം ആയി ഏകദേശം. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി. ഇവിടെ കുറേ കടയൊക്കെ ഉണ്ട്, കമ്മലമാല, ഈടെ കളിപ്പാട്ടൊക്കെ ഉള്ള കട. ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നൊന്നും മേടിച്ചൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോയി. പണ്ട് കൊച്ചിലെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കുറേ ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കായിരുന്നു, വളയും കളിപ്പാട്ടവും ഒക്കെ മേടിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചിട്ട് പോയി. ഇപ്പോൾ എന്താണ് അതൊന്നും അങ്ങനെ മേടിക്കാനൊന്നും തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് കപ്പലണ്ടി മേടിച്ചു. കപ്പലണ്ടി മറ്റേ ആ ഗ്രീൻ പീസിൻ്റെ അതൊക്കെ മേടിച്ചു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ കഴിച്ചു. അത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ 2 സൈഡിലായിട്ടും കുറേ കടകളുണ്ട് കേട്ടോ. കുലുക്കി, സർബത്ത്, അങ്ങനത്തെ ഒക്കെ ജ്യൂസിൻ്റെ കടയുണ്ട്, ബജ്ജിയുടെ കടയുണ്ട്, അതേപോലെ ചെടികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കപ്പലണ്ടിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഒരു കുലുക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കുലുക്കി കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.